കേരളപ്പിറവി ദിനത്തിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാർ. ക്ഷേമ പെൻഷൻ വർധന, ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർധന, സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം തുടങ്ങിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലാണ് നിർണായക പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനിടയ്ക്ക് നിയമസഭാ സമ്മേളനത്തിലെ ഉദ്ദേശ്യശുദ്ധി ചോദ്യം ചെയ്ത പ്രതിപക്ഷം രംഗത്തുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ജനപ്രിയ പ്രഖ്യാപനങ്ങൾക്ക് സർക്കാർ തയ്യാറെടുക്കുന്നത്. കേരളപ്പിറവി ദിനത്തിലെ പ്രത്യേക നിയമസഭാ സമ്മേളനം ഈ പ്രഖ്യാപനങ്ങളുടെ വേദിയാകും. സാമൂഹ്യക്ഷേമ പെൻഷനും ആശാപ്രവർത്തകരുടെ ഹോണറേറിയവും വർദ്ധിപ്പിക്കുമെന്നാണ് സൂചന. ക്ഷേമ പെൻഷൻ വർധനവ് LDF പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിൽ ഒന്നാണ്. സർക്കാർ ജീവനക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കാനും സാധ്യതയുണ്ട്. ശമ്പള പരിഷ്കരണത്തിനൊപ്പം DA കുടിശ്ശികയുടെ ഒരു ഭാഗം വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചേക്കും. രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കുന്നതും ഈ സഭാ സമ്മേളന വേദിയിലായിരിക്കും. ഈ സാഹചര്യത്തിലാണ് നിയമസഭാ സമ്മേളനത്തിന്റെ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്ത് പ്രതിപക്ഷം രംഗത്തെത്തിയത്. അവധി ദിവസം തിരക്കിട്ട് നിയമസഭാ സമ്മേളനം വിളിച്ചത് എന്തിനാണെന്ന് പ്രതിപക്ഷം ചോദിക്കുന്നു. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കുമ്പോൾ പ്രതിപക്ഷവുമായി കൂടിയാലോചന നടത്തുന്നത് കീഴ്വഴക്കമാണ്. ഈ കീഴ്വഴക്കങ്ങൾ ലംഘിച്ചാണ് അജണ്ട പോലും വെളിപ്പെടുത്താതെ നിയമസഭാ സമ്മേളനം വിളിക്കുന്നതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കും പരാതി നൽകിയത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.